ഹായ് ഫ്രണ്ട്സ്, സാപ്പിടെ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ജനുവരി മാസം 23 തീയതിയാണ്. അപ്പോൾ ഇന്ന് ഓൾറെഡി OTT റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായ സിനിമകളുടെ സീരീസുകളുടെ അപ്ഡേറ്റുകളാണ്. ഏകദേശം 13ഓളം റിലീസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകൾ സീരീസുകളാണ് നോക്കുന്നതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും അതുകൂടാതെ സിനിമകളും സീരീസുകളുടെ ഒക്കെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിലെത്തുന്നതാണ്. ഇന്ന് ഡൊമിനിക് ആൻഡ് ലേഡി സ്പേസ് റിലീസ് ചെയ്തു, തിയേറ്റർ റിലീസ് ചെയ്തു നമ്മുടെ മമ്മൂക്കയുടെ സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം, അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു തമിഴ് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ലവ് റെഡ്ഡി എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ തെലുങ്ക് ഭാഷ ആഹാ തെലുങ്കിൽ ഇതിനു മുമ്പേ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷൻ കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ആക്ഷൻ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇസ്രയേൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സ്പാനിഷ് ഭാഷയിൽ ഇതിനു മുമ്പ് ഈ സിനിമ റിലീസ് ചെയ്തതാണ്. ഇപ്പോൾ ഇംഗ്ലീഷ്, തെലുങ്ക്, ഹിന്ദി, തമിഴ് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തൊരു ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. വേദിയൊക്കെ പ്രധാന വേഷം ഏകാചിത. ഫിയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ തെലുങ്ക് ഡബ്ഡ് വേർഷനാണ്, തെലുങ്ക് വേർഷനാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ കില്ലേഴ്സ് ഗെയിം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. വൈഫ് ഓഫ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വിൻ വഴി തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ടാണ് ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത മാധവ് പ്രധാന വേഷം കൈകാര്യം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഹിസാബ് ബറാബർ എന്ന് പറഞ്ഞ സിനിമ. ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് C5 വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് ത്രില്ലർ മൂവിയാണ്. ശ്രീകാകുലം ഷെർലക് ഹോംസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ETV വിൻ വഴി ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു സീരീസ് ആണ്. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. സ്വീറ്റ് ഡ്രീംസ് ആണ് സീരീസിന്റെ പേര് വരുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം Disney+ ഹോട്ട്സ്റ്റാർ വഴി ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. ശരത് കുമാറിന്റെ 150ാമത്തെ സിനിമയാണ് ദ സ്മൈൽ മാൻ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ആഹാ തമിഴ് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. തിരുമാണിക്കം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സമുദ്രമക്കനി പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. C5 ആഹാ തമിഴ് ഇന്ന് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു മലയാളം മൂവിയാണ്. നീലമുടി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബ്ലൂ ഹെയർ, നീലമുടി ബ്ലൂ ഹെയർ. IFKയിലൊക്കെ പ്രദർശിപ്പിച്ച മലയാള സിനിമയാണ്. മലയാളം മാക്സ് വഴി ഒരു സിനിമ ജനുവരി മാസം 26 തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു മലയാള സിനിമ കൂടിയുണ്ട്. ഇന്നലകൾ തളിർക്കുമ്പോൾ എന്ന് പറഞ്ഞ സിനിമ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. മനോരമ മാക്സിൽ ഈ ഒരു സിനിമയും ജനുവരി മാസം 26 തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് എന്താണെന്ന് നോക്കിയാൽ നമ്മുടെ ശങ്കർ സംവിധാനം ചെയ്ത് നമ്മുടെ രാംചരൺ പ്രധാന വേഷം കൈകാര്യം ഗെയിം ചേഞ്ച് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഇന്ന് രാത്രി ഈ സിനിമയുടെ ഹിന്ദി, തെലുങ്ക് വേർഷൻ റിലീസ് ചെയ്യുന്നുള്ള ഒരു അപ്ഡേറ്റുകളൊക്കെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് ഇതിന് ഈ ഒരു സിനിമയുടെ എന്താ പറയുക സർപ്രൈസ് വരികയാണോ, ലീക്ക്ഡ് പ്രിന്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും അപ്ഡേറ്റുകളൊന്നും അറിയില്ല. എന്തായാലും ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ തന്നെ നമുക്ക് ഇതിന്റെ ഒരു കൺഫർമേഷൻ കിട്ടുന്നതാണ്. എന്തായാലും ആമസോൺ പ്രൈമിന്റെ ഭാഗത്ത് നിന്നും ഒരു ഇന്നോ നാളെയൊക്കെ ആയിട്ട് എന്തായാലും സർപ്രൈസുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വേറെയും സർപ്രൈസുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സിനിമകൾ ഏതെങ്കിലുമൊക്കെ മലയാള സിനിമകളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു. ഈ ലിസ്റ്റിലെ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.